കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് മാച്ച് കിട്ടുമ്പോ എന്തായാലും കല്യാണം ഉണ്ടായിരിക്കും. അന്വേഷിക്കുന്നുണ്ടല്ലേ ഞങ്ങൾ അന്വേഷണം. ഞാനത് നിർത്തിയിട്ട് എന്റെ മോനെ കാണാനായിട്ട് 10 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് എന്റെ മോനെന്ന് പറഞ്ഞാൽ എന്റെ മകൻ. ഹായ് ഗൈസ്, നമസ്കാരം. വല്ലപ്പോഴും മാത്രം ക്യാമറ സ്പേസിൽ കിട്ടുന്ന ഒരാളാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി. അനീഷിന് എന്ത് വീഡിയോ വന്നാലും ഞാൻ എപ്പോഴും എടുത്ത് സംസാരിക്കലുണ്ട്. കാരണം പല വീഡിയോകൾ കാണുമ്പം എന്തൊരു ബുദ്ധിപരമായിട്ട് അല്ലെ എന്ത് വിവരത്തോടു കൂടിയാണ് ഈ മനുഷ്യൻ പെരുമാറുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് പോകുന്ന കാര്യങ്ങളാണ് അനീഷിൻ്റെ വീഡിയോയിലുള്ളത്. അപ്പം ഞാൻ ഇന്ന് കറൻ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അനീഷ് ഈ റീസെൻ്റ്ലി ഒരു ഷോപ്പിന് ഇനാഗ്രേഷന് വന്നിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ നീലക്കുയിൽ എന്ന് പറയുന്ന പേജ് എല്ലാവർക്കും അറിയാലോ. ആ പേജിൽ ഒരുപാട് വീഡിയോസ് അനീഷിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് വന്നു. ഇതിൽ ചില വീഡിയോസ് കോണ്ടന്റ് കണ്ട സമയം എനിക്ക് എന്തായാലും പ്രേക്ഷകരുടെ മുമ്പിലോട്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഓഫ് കോഴ്സ് നിങ്ങളെല്ലാവരും ബിഗ് ബോസ് തുടങ്ങിയ ടൈം തൊട്ടിട്ട് ഈ ടൈം വരെ എനിക്കൊരു പട്ടം തന്നിട്ടുണ്ട്, അനീഷ് PR എന്ന് പറയുന്നത്. ആ പട്ടം ഞാൻ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ PR ആയിരിക്കുന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു മരണവീട്ടിൽ പോയിട്ടുള്ള ചിരീനെ കുറിച്ച്. അപ്പം അത് വെച്ചൊക്കെ നോക്കുമ്പം ഞാൻ കാണിച്ച മനുഷ്യൻ മാസ് ഡാ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വീഡിയോ തുടങ്ങും. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ വീഡിയോസും കാണാം. കഴിഞ്ഞ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ന്റെ വിന്നർ ആയി മാറി, നമ്മുടെ മനസ്സിൽ വിന്നറായി മാറിയ നമ്മുടെ സ്വന്തം ശ്രീമാൻ അനീഷ് ആണ് നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുന്നത്. യെസ്, സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ ഒരു കണ്ടന്റ് കൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ, കമ്പയറിങ് ചെയ്യുന്ന ആള് അവിടെ നിന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോ കഴിഞ്ഞെങ്കിലും അല്ലെങ്കിൽ ഒരു റിയൽ വിന്നർ വന്നെങ്കിലും ജനങ്ങൾ ആഗ്രഹിച്ച, ജനങ്ങൾ പ്രതീക്ഷിച്ച, ജനങ്ങളുടെ മനസ്സിലെ റിയൽ വിന്നറായ അനീഷാണ് വരുന്നത്. വെരി ഹാപ്പിയാണ്, വെരി പ്രൗഡാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതിന് ശേഷം ജയിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിലും അതേ അക്സെപ്റ്റൻസും അതേ രീതിയിൽ അതേ സ്വരത്തിൽ എല്ലാവരും ഇയാളാണ് ഞങ്ങളുടെ ഒരു റിയൽ വിന്നർ, ഇയാളാണ് ഞങ്ങളുടെ ഒരു ആക്ച്വൽ വിന്നർ, പുള്ളി വിജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 7 സീസണിൽ ഈ ഒരു സീസണിൽ മാത്രമാണ്. അപ്പം അത് പറഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ തുടങ്ങണം. കാരണം ജനങ്ങൾ ആഗ്രഹിച്ച, ജനങ്ങളുടെ മനസ്സിലെ റിയൽ വിന്നർ ആയിട്ടുള്ള അനീഷിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പം അനീഷിൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ആർഭാടാക്കി ഓവറാക്കിയിട്ടില്ലെങ്കിലും ആ ഒരു ഗെറ്റപ്പ് സുന്ദരനൊക്കെ ആയിട്ടാണ് അനീഷ് വന്നിട്ടുള്ളത്. അപ്പം ഇനി അനീഷ് ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ട് പോവാം. അനീഷുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെല്ലാവരും ആലോചിക്കുമ്പം നമ്മൾ മറക്കാത്തൊരു വേർഡ് തന്നെയാണ് സുപ്രഭാതം എന്ന് പറയുന്നത്. സുപ്രഭാതം എന്ന് പറയുന്ന വേർഡ് ഇത്രത്തോളം വൈറലായിട്ടുള്ള ഒരു വ്യക്തി ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനീഷാണ്. ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം ബിഗ് ബോസ് കണ്ട ആൾക്കാരോട് സുപ്രഭാതത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നും നമ്മൾ ഒരുപോലെ പറയുന്ന ഒരു പേരാണ് അനീഷ്. ഇപ്പോൾ ഇവിടെ അനീഷിനെ കണ്ട സമയം ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞ ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ആ സുപ്രഭാതം ആ മനുഷ്യൻ ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് എടുത്തു പറയുകയാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പം സുപ്രഭാതം. ആൻഡ് അറ്റ് ദ സെയിം ടൈം അയാൾ പറയുന്നുണ്ട് കൂടെ ഒരു ഗുഡ് മോർണിംഗും കൂടെ കടന്നോട്ടെ എന്ന്. എനിക്ക് ഇന്നത്തെ കണ്ട വീഡിയോയിൽ തന്നെ ഞാനൊരു 10-15 ക്ലിപ്പ് നീലക്കുയിൽ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടു. എന്നെ ഏറ്റവും കൂടുതൽ ഒരുപോലെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത പ്ലേ ചെയ്യാം. ഇപ്പം നിങ്ങൾ കരുതും ഈ വീഡിയോയിൽ എന്താ ഇത്രമാത്രമല്ലേ, അനീഷ് ഡയലോഗ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഈ വീഡിയോയിൽ സംഭവിച്ച കാര്യം എന്താ അറിയാം, അനീഷ് സ്റ്റേജിൽ നിൽക്കുന്ന സമയം എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയായതുകൊണ്ട് തന്നെ അവിടെ ബാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്ക് വിളിക്കുന്ന സമയം പൊതുവെ നമ്മളെപ്പോഴും എന്താവും, നിശബ്ദമാവും, സൈലൻ്റ് ആവും. എത്രയോ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ ഇനാഗ്രേഷൻസ് കണ്ടിട്ടുണ്ട്. അതിലാദ്യമായിട്ടാണ് ഒരു വ്യക്തി ബാങ്ക് വിളിക്കുന്ന സമയം മിണ്ടാണ്ട് നിശബ്ദമായി സൈലൻ്റ് ആയിട്ട് സ്റ്റേജിൽ നിന്നത്. ഇത് മാത്രം കണ്ടാൽ മതിയടോ ആ വ്യക്തിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ എല്ലാ തരത്തിലുള്ള ആളുകളും സ്നേഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടൊക്കെ കരുതുന്നത്. ഒരുപാട് ഞാൻ എന്താ പറയാ, പുറത്തിറങ്ങുമ്പോ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. എല്ലാ തരത്തിലുള്ള ആളുകളും, കുടുംബ പ്രേക്ഷകരായാലും കുട്ടികളായാലും
പിന്നെ യൂത്ത് ആയാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരു എന്താ പറയാ ഒരു മാർക്ക് ഉണ്ടാക്കാൻ ഈ ഒരു സാധനത്തില് അനീഷ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വരെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ള സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആളാണ്. അതിൽ കുട്ടികളുണ്ട്, പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്, യൂത്ത് ആൾക്കാരുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഇതേ ഫാൻ ബേസസ് തന്നെ അനുമോൾക്കുണ്ട്. പക്ഷെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഒരു ആക്ട്രസ്സായി സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം 4 ആൾ അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആൾക്ക് മേ ബി കുറേ എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പം അതിൽ ഒരു ഗ്രേഡ് കൂടാം, ഒരു ഗ്രേഡ് കുറയാം എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ അനീഷ് ഒരു കോമണറാണ്, സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് അല്ലാത്ത ഒരു സാധാരണക്കാരനായ വ്യക്തി. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ 100 ദിവസം സർവേ ചെയ്ത ഒരാൾ. ഈ 100 ദിവസം സർവേ ചെയ്ത ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ഇങ്ങനെ പല പ്രായക്കാരിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ഹിസ് ബിഹേവിയർ. ഇത് ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സംശയങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഓരോ ഏജ് കാറ്റഗറിയിലുള്ള വ്യക്തികളെ വേർഡ് ബൈ വേർഡായി കാണിച്ചു തരാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു കുട്ടീനെയാണ്. ഈ കുട്ടി അനീഷുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കാണാം. ഓക്കെ, അപ്പൊ എല്ലാരും കായംകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടപ്പോ ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, അങ്ങനെ ഫാൻ ബോയ്സും ഫാൻ ഗേൾസും അതുപോലെ ഹോട്ടലിലൊക്കെ പോകുമ്പോ ചേച്ചി അനീഷേട്ടനാണ് ഇവിടെ, ഒരു ഹായ് കൊടുത്തോ. ഓക്കെ, അപ്പൊ എല്ലാരും ഇത് കറന്റ് ഞാൻ ഒരൊറ്റ വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതേ സാധനത്തിൽ തന്നെ ഒരു ചെറിയ കുട്ടീനെ ഞങ്ങളുടെ സൈഡ് കൊടുക്കാം, അനീഷ് എടുത്തു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇവരൊക്കെ എന്ത് പ്രായക്കാരാണ്? ഇവരൊക്കെ ചെറിയ മക്കളാണ്. ഈ ചെറിയ മക്കളാണ് ഈ പെർട്ടിക്കുലർ വ്യക്തിനെ ബിഗ് ബോസ് ഷോൻ്റെ ഉള്ളിൽ കണ്ട് ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നത്. വേറെ എത്ര കണ്ടസ്റ്റൻ്റ് ഉണ്ട്, പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, അതിൽ റൊമാൻറ്റിക് ഹീറോസ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്. അതിൽ നിന്ന് മാറി ഈ ഒരു വ്യക്തിനെ ഈ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു റീസൺ തന്നെയുണ്ട്. ഇതൊക്കെയാണോ ജെനുവിൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ്? ഇവരെയൊക്കെ കണ്ട ആരെങ്കിലും ഒരാൾ പറയോ ഫേക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ടേഴ്സ് ആണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര ലേഡീസാണ് അനീഷിന് മുമ്പിൽ സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? എത്ര ആൾക്കാരാണ് അനീഷിനെ കാണാൻ വേണ്ടി വരുന്നത്? ഒരു സാധാരണ വ്യക്തിക്ക് സാധിക്കുന്ന ഒരു കാര്യമാണോ? ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള പല വ്യക്തികളും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി വേണ്ടതും വേണ്ടാത്തതായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണിച്ച് പറയിപ്പിച്ച് നടക്കുന്ന ഒരു സമയത്ത് തൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ബിഗ് ബോസ് ഷോയിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മനുഷ്യന് ഇത്ര. ഇപ്പം അനുമോൾ ഒരു ഷോയിൽ അല്ലെ അനുമോൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അനീഷിൽ വലിയ ആൾക്കാരില്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അനീഷിനെയും ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറച്ചും കൂടെ പാവങ്ങളാണ്, കുറച്ചും കൂടെ എന്താ പറയുക, നല്ല മനസ്സുള്ള, ഭയങ്കര ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ജെനുവിൻ ആയിട്ടുള്ള കുറേ മനുഷ്യന്മാരാണ്. അതിൽ ഇന്ന് ഞാനൊരു അമ്മയുടെ ഒരു വീഡിയോ കാണാൻ ഇതാണ് ഇന്നിപ്പോൾ അത്യാവശ്യം അനീഷ് റിലേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ അമ്മ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് വേഗം ഈ വീഡിയോ അവസാനിപ്പിക്കാം. റോസമ്മ, അതെ മോനെ, ഒരുപാട് സന്തോഷം. ഞാന് ചെങ്ങന്നൂരിൽ നിന്ന് വരുവാണ്. എനിക്കിവിടെ ചെറിയ ബിസിനസ്, അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ഞാനത് നിർത്തിയിട്ട് എൻ്റെ മോനെ കാണാനായിട്ട് 10 മണിയായപ്പോഴേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ ഒരു ലോട്ടറി വിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പപ്പടം വിൽക്കുന്ന ഒരു അമ്മയൊക്കെ 10 മണി തൊട്ടിട്ട് അനീഷിനെ കാത്തിരിക്കുകയാണ്. ഈ പ്രോഗ്രാം തുടങ്ങിയത് എപ്പോഴാന്നുള്ള കറക്റ്റ് ടൈമൊന്നും എനിക്കറിയില്ല. പക്ഷെ ബാങ്ക് എന്ന് പറയുന്നത് 12:45. അപ്പോൾ ഒരു 1-2 മണിക്കൂർ ഈ അമ്മയ്ക്ക് അധ്വാനിക്കാൻ പറ്റുന്ന, അല്ല അമ്മേൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോലി വരെ മാറ്റി നിർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയല്ലേ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഞാൻ ഈ ലോകത്ത് ഈ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ അവരുടെ പുറകിൽ ഇങ്ങനെ നിന്ന് അവരെങ്ങനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടി കൊതിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാണ്ട് ഡോഗ് ഷോയും ഇട്ട് പോകുന്ന ഒരുപാട് സെലിബ്രിറ്റി ഫെയിംസിലുള്ള ആൾക്കാരെ കണ്ടിട്ട് നിങ്ങളൊക്കെ കണ്ടു പഠിക്കണം ഈ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി. എനിക്ക് എൻ്റെ മോനെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരം മോന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിൽ ഏറ്റി എന്നുള്ളതിന് മഹത്തായ ഒരു തെളിവാണ് ഇന്ന് എൻ്റെ പൊന്നുമോൻ ഇവിടെ. ഇതിലും വലിയ ബ്ലെസ്സിങ് ഒന്നും ശരിക്കും പറഞ്ഞാൽ അനീഷിന് കിട്ടാനില്ല. കാരണം അത്ര നല്ല വാക്കുകളാണ് ഈ അമ്മയൊക്കെ അനീഷിനടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനതാ പറയുന്നത്, എന്തിൻ്റെയൊക്കെ പുറമേയാണെങ്കിലും, ഇനി അത് PR ആണെങ്കിലും പൈസയാണെങ്കിലും കണ്ടന്റ് ആണെങ്കിലും കോൺട്രവേഴ്സി ആണെങ്കിലും ജനങ്ങളുടെ മനസ്സിലെ ഒരു റിയൽ വിന്നർ എന്ന് പറയുന്ന അനീഷാണ്. ആൻഡ് എത്രയൊക്കെ ആണെങ്കിലും ഇത്രയും ആൾക്കാരുടെ സ്നേഹം, ഇഷ്ടം, സപ്പോർട്ട്, അവരുടെ പ്രാർത്ഥനയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഭാഗ്യം വേറെ അനീഷിന് കിട്ടാനില്ല. സോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ എടുത്തത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.